ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ദ ടൂറിസ്റ്റ് ഗൈഡ് എലോങ് വിത്ത് ദ ടൂറിസ്റ്റ് ഡാഷ് റൈവ്. ഇതിൻ്റെ ഉത്തരം ഹാസ് ആണ്. എങ്ങനെ വന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ എലോങ് വിത്ത് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, എലോങ് വിത്ത് വരുമ്പോൾ നമ്മൾ എപ്പോഴും ആദ്യം ഫസ്റ്റ് പാർട്ടിൽ ആരാണെന്ന് വേണം നോക്കാം. ഇവിടെ ഫസ്റ്റ് പാർട്ടിൽ ടൂറിസ്റ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, ടൂറിസ്റ്റ് ഗൈഡ്. അത് ഒരു വ്യക്തിയാണ്, അത് ആയതിനാലാണ് ഹാസ് വന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. അപ്പം ലെറ്റസ് വരെയാണെങ്കിൽ എപ്പോഴും നമുക്കറിയാം, ഇത് PSC സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. ലെറ്റസ് വന്നാൽ എപ്പോഴും അതിൻ്റെ ഉത്തരം ഷാൾ വി ആണ്. ഓക്കെ, ലെറ്റസ് വന്നാൽ ഷാൾ വി. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചേഞ്ച് ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഹി സേസ് ഐ ആം അറ്റൻഡിങ് എ ട്രെയിനിങ്. ഇവിടെ ഐ ആം അറ്റൻഡിങ് എ ട്രെയിനിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിന് മാറ്റം വരില്ല. അപ്പോൾ നമ്മൾ വാസ് ചേർക്കേണ്ട ആവശ്യമില്ല, ഈസ് തന്നെ വെച്ച് പോവുക. അങ്ങനെ വരുമ്പോൾ പ്രസൻറ്റിൽ ഈസ് വരുമ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. ഹി സേസ് ദാറ്റ് ഹി ഈസ് അറ്റൻഡിങ് എ ട്രെയിനിങ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇഫ് ഐ ഹാഡ് മണി ഐ ഡാഷ് ദ പുവർ. ഇത് മുമ്പും PSC പലതവണ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. ഇഫ് ഐ ഹാഡ് മണി ഐ ഡാഷ് ദ പുവർ. ഇതിൻ്റെ ഉത്തരം വുഡ് ഹെൽപ്പ് എന്ന് വരും. ഇഫ് ഐ ഹാഡ് മണി ഐ വുഡ് ഹെൽപ്പ് ദ പുവർ. അടുത്ത ചോദ്യം. ദ ഡോൾ ബിലോങ്സ് ഡാഷ് ദ ചൈൽഡ്. അത് പറയുമ്പോൾ തന്നെ നമുക്ക് വരും ദ ഡോൾ ബിലോങ്സ് ടു ദ ചൈൽഡ്. ബിലോങ്സ് കഴിഞ്ഞപ്പോഴും ടു ആയിരിക്കും ചേർക്കുക. ബിലോങ്സ് ടു, അത് ആ കുട്ടിയുടേതാണ് എന്നതാണ്. എന്ത് കാര്യമാണെങ്കിലും ദിസ് ബുക്ക് ബിലോങ്സ് ടു ദ ചൈൽഡ് അങ്ങനെ വരും. എന്താണോ ആർക്കാണോ എന്നുള്ളത് ടു വെച്ച് ചേർക്കും. ബിലോങ്സ് കഴിഞ്ഞ് ടു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ്. ഇപ്പോൾ പ്രൊപ്പറേറ്ററിയുടെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഇതിൻ്റെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇതാണ് പ്രൊപ്പറേറ്ററിയുടെ കറക്റ്റ് സ്പെല്ലിംഗ്. PROPRIETY, പ്രൊപ്പറിറ്റി. അടുത്ത ചോദ്യം നോക്കാം. ദ എഡിം ബോൺ ഓഫ് കണ്ടൻഷൻ മീൻസ്. ഇത് സ്ഥിരം PSC ചോദിക്കുന്നതാണ്. ഇതിൻ്റെ ഉത്തരം സബ്ജക്റ്റ് ഓഫ് ഡിസ്പ്യൂട്ട്. അടുത്തതും PSC സ്ഥിരമായി ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ഡാഷ് ഓഫ് വൂൾസ് ഹോൾഡ് അറ്റ് ദ മൂൺ. ഇപ്പോൾ വൂൾഫിനെ കളക്റ്റീവ് നൗൺ എപ്പോഴും പറയുന്നത് എന്താണ്? പാക്കാണ്. പാക്ക് ഓഫ് വൂൾസ് എന്നേ പറയാറുള്ളൂ. ഓക്കെ, പാക്ക് ഓഫ് വൂൾസ് ആണ് ഉത്തരം. അടുത്ത ചോദ്യം. ഐഡൻറ്റിഫൈ ദ സിനോൺ ഫോർ അമെൻഡ്മെൻറ്റ്. അമെൻഡ്മെൻറ്റ് എന്ന വാക്കിൻ്റെ സിനോണിമാണ് ചോദിച്ചിരിക്കുന്നത്, അതായത് അതേ മീനിങ് വരുന്ന വേർഡ്. അമെൻഡ്മെൻറ്റ് നമ്മൾ എവിടെയാണ് കേൾക്കാറുള്ളത്? സാധാരണ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോഴാണ് അമെൻഡ്മെൻറ്റ് എന്നുള്ള വേർഡ് കേൾക്കാറുള്ളത്. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ അമെൻഡ്മെൻറ്റ് വരുത്തുക എന്ന് വെച്ചാൽ ചേഞ്ച് വരുത്തുക. അപ്പോൾ ചേഞ്ചിൻ്റെ മറ്റൊരു ഇതാണ് അവിടെ മോഡിഫിക്കേഷൻ നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, അമെൻഡ്മെൻറ്റ് ചെയ്യുക മീൻസ് മോഡിഫൈ ചെയ്യുക. നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെൻറ്റ് ചെയ്യുക എന്ന് വെക്കുകയാണെങ്കിൽ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷനിൽ മോഡിഫിക്കേഷൻ വരുത്തുക. അപ്പോൾ അത് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അടുത്ത അവസാനത്തെ ചോദ്യമാണ്. ഐഡൻറ്റിഫൈ ദ ആൻറ്റോണിയം ഫോർ ഡെഫിസിറ്റ്. ഡെഫിസിറ്റിൻ്റെ ആൻറ്റോണിയം എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് വേർഡാണ് ചോദിച്ചിരിക്കുന്നത്. ഡെഫിസിറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇല്ലായ്മ, കുറവ് എന്നാണ് അർത്ഥം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡാണ് സർപ്ലസ്. സർപ്ലസ് എന്ന് വെച്ചാൽ അധികമായി, ആവശ്യത്തിലുപരി എന്ന മീനിങ് ആണ് സർപ്ലസ് കൊണ്ട് വരുന്നത്. അപ്പോൾ ഈ 10 ചോദ്യങ്ങളാണ് തിരുവനന്തപുരം LDCയിൽ ഇംഗ്ലീഷ് ഭാഗത്ത് നിന്ന് ചോദിച്ചത്.
ആദ്യത്തെ ചോദ്യം, അനവത്യൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? അനവത്യൻ എന്ന പദത്തിൻ്റെ അർത്ഥം സന്തതിയില്ലാത്തവൻ എന്നാണ് അനപത്യൻ എന്ന പദത്തിൻ്റെ അർത്ഥം. രണ്ടാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പദം ഏത്? താഴെ പറയുന്നതിൽ ശരിയായ പദം കവയിത്രി എന്നതാണ്. PSC കവയിത്രി എന്നുള്ള ഓപ്ഷൻ വെച്ചുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ പലതരത്തിൽ ചോദിക്കാറുണ്ട്. സാധാരണ കവയിത്രി അങ്ങനെ കൊടുത്തിട്ട് ഇതിൽ ശരി ഉത്തരം ഏതെന്നാണ് സാധാരണ ചോദിക്കാറ്. ശരിയായിട്ടുള്ള ഉത്തരം കവയിത്രി ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനം ഏത്? ഇതിൻ്റെ ഉത്തരം പുരുഷന്മാരാണ്. മറ്റു ഓപ്ഷൻസ് നമുക്ക് നോക്കാം. മിടുക്കർ, ശൂദ്രർ, അധ്യാപകർ. ഈ ഓപ്ഷനുകളിലെല്ലാം സ്ത്രീയെയും പുരുഷനെയും, ഇപ്പോൾ ഉദാഹരണത്തിന് മിടുക്കർ എന്ന് പറയുമ്പോൾ അതിൽ സ്ത്രീയും ഉൾപ്പെടും പുരുഷനും ഉൾപ്പെടും. മറിച്ച് പുരുഷന്മാരെയാണെങ്കിൽ മിടുക്കന്മാർ എന്ന് പറയണം, സ്ത്രീകളെ ആണെങ്കിൽ മിടുക്കുകൾ എന്ന് പറയണം. ഇവിടെ അങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത്. മിടുക്കർ എന്ന് കോമൺ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഓപ്ഷനിൽ പുരുഷന്മാർ എന്ന് മാത്രമുള്ള ഓപ്ഷൻ സി ആണ് സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ശ്ലോകത്തിൽ കഴിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ചുരുക്കി പറയുക എന്നാണ്. അടുത്ത ചോദ്യം, പിഞ്ഞാണ വർണ്ണം ശരിയായി വിഗ്രഹിച്ചെഴുതുന്നതെങ്ങനെ? പിഞ്ഞാണ വർണ്ണത്തിനെ വിഗ്രഹിച്ചെഴുതുന്നത് പിഞ്ഞാണത്തിൻ്റെ വർണ്ണം എന്നാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. പുട്ടൗട്ട് എന്ന ശൈലിയുടെ അർത്ഥം? പുട്ടൗട്ട് എന്ന ശൈലിയുടെ അർത്ഥം അണയ്ക്കുക എന്നതാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദ്രൗണി ആരാണ്? അശ്വത്ഥമാവ് ആണ് ദ്രൗണി. ദ്രൗണിയെയാണ് അശ്വത്ഥമാവെന്ന് പറയുന്നത്. ചിന്മുദ്ര എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നത് എങ്ങനെ? ചിന്മുദ്ര എന്ന പദം പിരിച്ചെഴുതുന്നത് ചിത്തധിക മുദ്ര. ചിത്തധിക മുദ്ര എന്നാണ് ചിന്മുദ്രയെ പിരിച്ചെഴുതുന്നത്. അടുത്ത ചോദ്യം, കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് AR രാജരാജവർമ്മയാണ്. അവസാനത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ അക്ഷരത്തെറ്റുള്ള വാക്ക് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ അക്ഷരത്തെറ്റുള്ള വാക്ക് വിശ്വസ്തനിലാണ് അക്ഷരത്തെറ്റുള്ളത്. ബാക്കി മൂന്ന് ഓപ്ഷനുകളും ശരിയായിട്ടുള്ളവയാണ്. താങ്ക് യു.